ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. തീരദേശത്തെ ജനങ്ങളെ സുനാമിയെ നേരിടാൻ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തിരൂരങ്ങാടി വെളിയങ്കോട് പഞ്ചായത്തിൽ സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. 17-ാം വാർഡിലെ പത്തുറുമി ബീച്ചിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. ദുരന്ത നിവാരണ വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, ഫിഷറീസ്, കോസ്റ്റ് ഗാർഡ്, പഞ്ചായത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു പരിശീലനം. രാവിലെ 9 മണിയോടെ വിവിധ വകുപ്പുകളുടെ ജീവനക്കാരും വാഹനങ്ങളും ഫിഷറീസ് റോഡിന് സമീപം അണിനിരന്നു. ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിൽ റിക്ടർ സ്കെയിലിൽ 9.3 തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായി എന്ന ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് രാവിലെ 9:45 വന്നതോടെ തീരദേശ ജില്ലകളിൽ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് വന്നു. 10:45 സുനാമി തിരകൾ പൊന്നാനിയിലെത്തുമെന്ന സന്ദേശം വന്നു. സമയോചിതമായി ഇടപെട്ട പോലീസ്, ഫയർഫോഴ്സ്, തീരദേശ സേന, സിവിൽ ഡിഫൻസ് ഓഫീസർമാർ എന്നിവർ തീരദേശത്തുള്ള 75 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. ഇതിനിടെ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും ഫയർഫോഴ്സ് ബേസ് ക്യാമ്പായ വെളിയങ്കോട് ഇസ്ലാമിക് സെന്ററിൽ എത്തിച്ചു. 11:15 ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചതോടെയാണ് മോക്ക് ഡ്രിൽ അവസാനിച്ചത്. ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ വിവിധ വകുപ്പ് ജീവനക്കാർക്ക് പുറമെ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ, വൈസ് പ്രസിഡന്റ് ഫൌസിയ വടക്കേപ്പുറത്ത്, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. തിരൂർ സബ് കളക്ടർ കെ ദിലീപ് കൈനിക്കരയാണ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.